ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഒരിക്കൽ ഒരു അനാഥ ബാലൻ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ലഭിക്കുന്ന കൂലി കൊണ്ട് ജീവിച്ചിരുന്നു. ഒരിക്കൽ അവൻ ഒരു മാനേജറുടെ കാർ വൃത്തിയാക്കി. അദ്ദേഹം അവന് 200 രൂപ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു കാർ തുടച്ചു തന്നതിന് ഇത്രയും രൂപ കൊടുക്കണമോ? അയാൾ പറഞ്ഞു, അവൻ പാവപ്പെട്ട അനാഥ കുട്ടിയല്ലേ, അവൻ ജീവിക്കട്ടെ. അവൻ ആ രൂപ ഒരു സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. അടുത്ത ദിവസം ഒരു വീട്ടിൽ ചില്ലറ ജോലികൾ ചെയ്യുമ്പോൾ ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ ആ വീട്ടിലെത്തി. വളരെ ക്ഷീണിതനായ ആ രോഗിയുടെ ചികിത്സയ്ക്ക് 8-10 ലക്ഷം രൂപ വേണ്ടിവരും. കുഞ്ഞുങ്ങൾ കൊച്ചുകുട്ടികളാണ്. ആ വീട്ടുകാരൻ ഒരു തുക സംഭാവനയായി കൊടുത്തു. ഈ കഥ കേട്ട ആ ബാലൻ അവൻ്റെ ചെറിയ കുടിലിലേക്ക് ഓടി കൈവശമുണ്ടായിരുന്ന പണം മുഴുവൻ എടുത്തു കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞു, മോനെ, നീ ഒന്നും തരണ്ട, നീ പാവപ്പെട്ട കുട്ടിയല്ലേ. അവൻ പറഞ്ഞു, എൻ്റെ ആവശ്യങ്ങളെക്കാൾ വലുതല്ലേ ഒരു ജീവൻ രക്ഷിക്കുന്നത്. അവർ പണം വാങ്ങി അവനെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോയി. ഇന്ന് ജീവന് വില കൽപ്പിക്കുന്നവർ തുലോം ചുരുക്കം. ഓരോ ദിവസവും എത്രമാത്രം കൊലപാതകങ്ങളും ജീവനെ നശിപ്പിക്കുന്ന പ്രവൃത്തികളുമാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ജീവൻ രക്ഷിക്കുന്ന ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന ഡോക്ടേഴ്സ് പോലും ചിലപ്പോൾ ജീവനെ ശ്രദ്ധിക്കാതെ പണത്തിന് വേണ്ടി വിലപേശുന്നത് നാം കാണാറുണ്ട്. മരുന്ന് നിർമ്മാണ കമ്പനികൾ മരുന്നുണ്ടാക്കുന്നത് ജീവനെ രക്ഷിക്കുവാനാണെന്ന് പറയാം. എന്നാൽ അങ്ങനെ നിർമ്മിക്കുന്ന പല മരുന്നുകളും ഭാവിയിൽ കൂടുതൽ പേർ രോഗികളാവണം എന്ന ഉദ്ദേശത്തോടെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നാം കേട്ടിട്ടുണ്ട്. പണമോ ജീവനോ ഏതാണ് വലുത്? ആ ചെറിയ അനാഥ ബാലൻ പല നാളുകൾ അധ്വാനിച്ചതിൻ്റെ കൂലിയായി ലഭിച്ചിട്ടുള്ള പണം ഒരു ജീവൻ രക്ഷിപ്പാൻ വേണ്ടി ദാനം ചെയ്യുവാൻ തയ്യാറായി. നമ്മുടെ നാട്ടിലുള്ള സമ്പന്നരൊക്കെയും ജീവൻ രക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായിരുന്നു എങ്കിൽ എത്ര ജീവൻ നഷ്ടപ്പെടാതെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. അനേകർക്കും അവരൻ്റെ ജീവനേക്കാൾ വലുത് തങ്ങളുടെ സുഖസൗകര്യങ്ങളും പണവുമാണ്. മറ്റുള്ളവർ ജീവിക്കുന്നുവോ മരിക്കുന്നുവോ എന്നത് അവർക്കൊരു വിഷയമല്ല. എന്നാൽ ജീവൻ രക്ഷിക്കുന്നതിനായി നാം നൽകുന്ന പണം നമ്മുടെ സ്വന്തം ജീവൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമാകുന്നതാണ് എന്ന് നാം വിസ്മരിക്കരുത്. മാനവ സമൂഹം നിലനിൽക്കുന്നത് പണം കാരണമല്ല, ജീവൻ്റെ നിലനിൽപ്പിനായി പ്രയത്നിക്കുന്ന അനേകർ ഉള്ളതുകൊണ്ടാണ്. ജീവൻ്റെ വില അറിയുന്നവർക്ക് തങ്ങളുടെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവൻ വിലയേറിയതായി കരുതുവാൻ കഴിയും. അതിനാൽ മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടെ ജീവിപ്പാനും പ്രവർത്തിപ്പാനും നമുക്ക് കഴിയട്ടെ. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ജീവനെ വില കൽപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമേ, ഇന്നത്തെ പ്രഭാതത്തിലെ വചന കഴിവ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ജീവൻ കർത്താവിൻ്റെ ദാനമാണെന്നും അതിനെ പരിപാവനമായി കാത്തു സൂക്ഷിക്കണമെന്നും ദൈവമേ ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് ഗ്രഹിപ്പിച്ചല്ലോ. മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം അതിനാവശ്യമായ കൈത്താങ്ങൽ നൽകുവാൻ തക്കവണ്ണം ഓരോ ദിവസവും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.